വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം. കാസൽ ഗൊണ്ടോൽഫയിലെ ലൗദാത്തോ സി ഗ്രാമം ഊഷ്മളമായ ഒരു കാഴ്ചയ്ക്കാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച സാക്ഷ്യം വഹിച്ചത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരായ 200 പേർക്കൊപ്പം ലയോ പാപ്പ ഉച്ചഭക്ഷണം കഴിച്ചതായിരുന്നു അത്. 2025 ഓഗസ്റ്റ് 17 അൽബാനോ രൂപതയിലെ പാവപ്പെട്ടവർക്കൊപ്പം ലയോ 14 പാപ്പ നടത്തിയ വിരുന്നിന്റെ ആവർത്തനമാണ് അന്നേ ദിവസം നടന്നത്. സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ലൗദാത്തോ സിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷവും വ്യത്യസ്ത രൂപതകളിൽ നിന്നുള്ള നിർധനരായ ആളുകളെ സംഘടിപ്പിച്ച് ഇത്തരം സംഗമം നടത്തിവരുന്നുണ്ട്. റോം രൂപതയുടെയും ലൗദാത്തോ സി സെന്ററിന്റെയും സംയുക്ത സഹകരണത്തോടെയാണ് പ്രോഗ്രാം സംഘടിപ്പിച്ചത്. വിശുദ്ധ കുർബാനയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. ലയോ 14 പാപ്പ വേനൽക്കാല വിശ്രമത്തിനായി ഇപ്പോൾ കാസൽ ഗൊണ്ടോൽഫയിലാണ് ഉള്ളത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനമായ അമോറിസ് ലെത്തീസിയുടെ 10ാം വാർഷികത്തോട് അനുബന്ധിച്ച് ഒക്ടോബർ 7 മുതൽ 14 വരെ വത്തിക്കാനിൽ സമ്മേളനം നടക്കും. ഇതോടനുബന്ധിച്ച് സമ്മേളനത്തിന്റെ മാർഗരേഖ ഡിക്കാസ്ട്രി ഫോർ ദ ലെയ്റ്റി ഫാമിലി ആൻഡ് ലൈഫും സിനഡ് ജനറൽ സെക്രട്ടേറിയറ്റും ചേർന്ന് പ്രസിദ്ധീകരിച്ചു. ലയോ പാപ്പ വിളിച്ചുകൂട്ടുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന പൗരസ്ത്യ കത്തോലിക്ക സഭകളുടെ വ്യക്തിസഭാ തലവന്മാർക്കും വിവിധ മെത്രാൻ സമിതികളുടെ അധ്യക്ഷന്മാർക്കും മാർഗരേഖ അയച്ചു. അമോറിസ് ലെത്തീഷ്യയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഇങ്ങനെയൊരു സമ്മേളനം നടക്കുമെന്ന് 2026 മാർച്ച് 19 ലയോ പാപ്പ പ്രഖ്യാപിച്ചിരുന്നു. ആധുനിക യുഗത്തിലെ കുടുംബങ്ങൾ, യാഥാർത്ഥ്യവും സൗന്ദര്യവും വെല്ലുവിളികളും, യുവാക്കളും വിവാഹത്തിലേക്കുള്ള അവരുടെ വിളിയും കണ്ടെത്തലും, ദാമ്പത്യ ജീവിതം, വിവാഹത്തിന്റെ ആദ്യ വർഷങ്ങൾ, ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, സഭയുടെ പ്രേഷിത ദൗത്യത്തിൽ ക്രിസ്തീയ കുടുംബങ്ങൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് മാർഗരേഖയിൽ ചർച്ച ചെയ്യുന്നത്. പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം ദൈവത്തിന്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുമ്പോഴാണ് യഥാർത്ഥ അനുരഞ്ജനവും സമാധാനവും സാധ്യമാകുന്നതെന്ന് ലയോ 14 പാപ്പ 27ാമത് വിശുദ്ധ കൊളംബാനസ് ദിനാചരണത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. യൂറോപ്പിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച മഹാനായ മിഷണറിയായിരുന്നു വിശുദ്ധ കൊളംബാനസ്. അയർലൻഡിൽ 543 ജനിച്ച കൊളംബാനസ് ചെറുപ്പം മുതൽ സന്യാസ ജീവിതം നയിച്ചു. പിന്നീട് സുവിശേഷ പ്രഘോഷണത്തിനായി യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഫ്രാൻസിലും സ്വിറ്റ്സർലാൻഡിലും ജർമ്മനിയിലും ഇറ്റലിയിലും അദ്ദേഹം സുവിശേഷ പ്രഘോഷണം നടത്തിയിട്ടുണ്ട്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ആഹ്വാനവും സുവിശേഷ പ്രഘോഷണത്തിനുള്ള പ്രചോദനവുമാണ് കൊളംബാനസ് ദിനാചരണം കൊണ്ട് അർത്ഥമാക്കുന്നത്. അമേരിക്കയിൽ നടന്ന ദേശീയ ദിവ്യകാരുണ്യ തീർത്ഥാടനത്തിന്റെ സമാപന സമ്മേളനത്തിന് ലയോ 14 പാപ്പ സന്ദേശം നൽകി. വിശുദ്ധ കുർബാനയാണ് സഭയുടെ ജീവശക്തിയെന്നും വിശ്വാസ ജീവിതത്തിന്റെ കേന്ദ്രമെന്നും പാപ്പ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. മതപീഡനങ്ങളും അരക്ഷിതാവസ്ഥയും നിലനിൽക്കുമ്പോഴും ക്രിസ്തുവിന്റെ പ്രകാശമായി തീരണമെന്ന ഇറാഖിലെ യുവജനങ്ങളോട് ലയോ 14 പാപ്പ അംഗവ യൂത്ത് മീറ്റിംഗിന് നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. എൻ്റെ പ്രിയ യുവജനങ്ങളെ, നിങ്ങൾ ഒരിക്കലും ദൈവത്തിന്റെ നന്മയെ സംശയിക്കരുത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായി ദൈവം ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികളെ ഓർത്ത് ഭയപ്പെടുകയും അരുത്. ജെറമിയ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറഞ്ഞു. വത്തിക്കാൻ അപ്പസ്തോലിക് ലൈബ്രറിയിലെ പുതിയ എക്സിബിഷൻ പരമ്പര സെപ്റ്റംബർ 14 ലയോ 14 പാപ്പ ഉദ്ഘാടനം ചെയ്യും. കറ്റാസ്ട്രോഫെ ആൻഡ് വണ്ടർ അഥവാ ദുരന്തവും അതിശയവും എന്നാണ് പരമ്പരയുടെ പേര്. പരമ്പരയുടെ ആദ്യ ഭാഗമായ അക്വയാണ് അന്നേ ദിവസം പാപ്പ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത്. മനുഷ്യചരിത്രത്തിൽ പ്രകൃതിയുടെയും മനുഷ്യാനുഭവങ്ങളുടെയും പങ്ക്, കല, ചരിത്രരേഖകൾ, അപൂർവ കയ്യെഴുത്ത് പ്രതികൾ, ശാസ്ത്രീയ വീക്ഷണങ്ങൾ എന്നിവയെല്ലാം പ്രദർശന പരമ്പരയുടെ ഭാഗമാണ്. സെപ്റ്റംബർ 25 മുതൽ 2027 മെയ് 14 വരെ നടക്കുന്ന പ്രദർശനത്തിൽ പൊതുജനങ്ങൾക്ക് പങ്കെടുക്കാം. സഭയുടെ പുരാതന സ്ഥാപനമാണ് അപ്പസ്തോലിക് ലൈബ്രറി. മാർപ്പാപ്പയുടെ ഉടമസ്ഥതയിലും പരിശുദ്ധ സിംഹാസനത്തിന്റെ ഭരണവും ശുശ്രൂഷയുമായി അടുത്ത ബന്ധമുള്ളതുമായ ലൈബ്രറി പുരാതന രേഖകളുടെ സംരക്ഷണത്തിനും ഗവേഷണ പ്രവർത്തനങ്ങൾക്കുമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. മനുഷ്യഹൃദയങ്ങളിൽ വചനത്തിന്റെ വിത്ത് വിതയ്ക്കുന്നതിൽ ദൈവം ഒരിക്കലും മടുക്കുന്നില്ലെന്ന് ലയോ 14 പാപ്പ. കാസൽ ഗൊണ്ടോൽഫയിൽ അവധിക്കാലം ചെലവഴിക്കാനെത്തിയ പാപ്പ ഞായറാഴ്ച സന്ദർശകർക്കായി വചന സന്ദേശം നൽകുകയായിരുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ശക്തി നമ്മുടെ ബലഹീനതയേക്കാൾ ശക്തമാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ വിതയ്ക്കാന്റെ ഉപമയെ ആസ്പദമാക്കിയുള്ള വചന സന്ദേശമാണ് പാപ്പ നൽകിയത്. ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള അഗാധമായ അറിവിൽ അധിഷ്ഠിതമാണ് മനുഷ്യവർഗത്തിലുള്ള ദൈവത്തിന്റെ വിശ്വാസം. നമ്മോടുള്ള ദൈവത്തിന്റെ ഔദാര്യം കേവലം നിഷ്കളങ്കമായ ഒന്നല്ല, മറിച്ച് വിവേകപൂർണമാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത നന്മയുടെ സാധ്യതകൾ അവിടുന്ന് നമ്മളിൽ കാണുന്നുണ്ട്, പാപ്പ ഓർമ്മിപ്പിച്ചു. ബാബേൽ ഗോപുരം പണിയുന്നവരാകാതെ ഐക്യം കെട്ടിപ്പടുക്കുന്നവരാകുക. തകർന്നടിയാൻ വിധിക്കപ്പെടുന്ന ഗോപുരങ്ങളുടെ യജമാനന്മാർ ആകാതെ വരാനിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരാകുക. ഏഷ്യയിലെ സഭകളോടായി മാർപ്പാപ്പ പറഞ്ഞതാണ് ഈ വാക്കുകൾ.
ജക്കാർത്തയിൽ ജൂലൈ 20 മുതൽ 26 വരെ നടക്കുന്ന പ്ലീനറി അസംബ്ലി ഓഫ് ദ ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്പ് കോൺഫറൻസിൽ തന്റെ പ്രത്യേക പ്രതിനിധിയായി അയക്കുന്ന ബോംബെ അതിരൂപതയുടെ മുൻ അധ്യക്ഷനായ കർദിനാൾ ഒസ്വാൾഡ് ഗ്രേഷ്യസിന് അയച്ച കത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. ദൈവത്തെ നമ്മുടെ പ്രവൃത്തികളുടെ ചക്രവാളത്തിലും മനുഷ്യവ്യക്തിയെ നമ്മുടെ തീരുമാനങ്ങളുടെ കേന്ദ്രത്തിലും പ്രതിഷ്ഠിക്കാൻ ഏഷ്യയിലെ സഭകളെ പാപ്പ ആഹ്വാനം ചെയ്തു. പ്ലീനറി അസംബ്ലിയിൽ പേപ്പൽ പ്രതിനിധിയെ അയക്കണമെന്ന ഗോവ ദാമൻ മെത്രാപ്പൊലിത്ത ആർച്ച് ബിഷപ്പ് കർദിനാൾ ഫിലിപ്പ് നേരിയുടെ അഭ്യർത്ഥനയെ മാനിച്ചാണ് കർദിനാൾ ഗ്രേഷ്യസിനെ അയക്കുന്നതെന്ന് അദ്ദേഹത്തിന് പ്രാർത്ഥനകൾ നേർന്നുകൊണ്ടുള്ള കത്തിൽ പാപ്പ അനുസ്മരിക്കുന്നു. യുക്രൈനിലെ യുദ്ധത്തിന്റെ ക്രൂരത കാരണം കഷ്ടപ്പെടുന്നവരും ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ലയോ പതിനാലാമൻ പാപ്പ. യുക്രൈനിലെ ലാറ്റിൻ റീത്ത് പള്ളിയുടെ പുനഃസ്ഥാപനത്തിൻ്റെ 35-ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള ആഘോഷങ്ങളിൽ തൻ്റെ പ്രത്യേക ദൂതനെ അയച്ചുകൊണ്ട് ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗല്ലറിന് അയച്ച കത്തിലാണ് പാപ്പ ഇക്കാര്യം പറഞ്ഞത്. 1234 പോപ്പ് ഗ്രിഗറി 9 പാപ്പ യുക്രൈൻ പ്രദേശത്ത് താമസിച്ചിരുന്ന ലാറ്റിൻ റീത്ത് വൈദികർക്കും വിശ്വാസികൾക്കുമായി എഴുതിയ കത്തിലെ വരികളും ലയോ പാപ്പ തൻ്റെ കത്തിൽ അനുസ്മരിക്കുന്നുണ്ട്. ഭക്തരും വിനീതരുമായ തൻ്റെ മക്കളോട് സഭ പ്രത്യേക വാത്സല്യം കാണിക്കുന്നുവെന്നും ദുഷ്ടരായ മനുഷ്യരുടെ ആക്രമണങ്ങളാൽ അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ തൻ്റെ മാതൃസഹജമായ കരുതൽ എന്ന സംരക്ഷണം അവർക്ക് നൽകുന്നുവെന്നുമുള്ള പോപ്പ് ഗ്രിഗറിയുടെ വാക്കുകളാണ് ലയോ പതിനാലാമൻ പാപ്പ ഉദ്ധരിച്ചത്.